വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളിതാ ഒന്ന് പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇന്നൊരു കിടിലൻ റെയിനി സൺഡേ ആണ് ഗൈസ്. സോ മടി പിടിച്ച് എണീറ്റ് വന്നപ്പോഴേക്ക് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒപ്പം കൂടെ അതേ കുളിയും പല്ല് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്, കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിതേ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. കുട്ടി ഷോപ്പിംഗ്, വളരെ എന്തെങ്കിലും തിന്നാണെങ്കിൽ എന്തെങ്കിലും വാങ്ങണമല്ലോ, അതുപോലത്തെ ഷോപ്പ്. നോക്കൂ, നിറയെ മാങ്ങയുണ്ട്. കണ്ടോ കണ്ടോ, കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ ഗ്രാമീണത നിറഞ്ഞ ഞങ്ങളുടെ നാട്. ഹലോ, അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. കുട്ടി ഷോപ്പിങ്ങിനാണ് പോണത്. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുളിച്ചേ ലാബ് കയറുള്ളൂ. അമ്മാതിരി മഴയായിരുന്നു. സോ ഞാൻ സ്റ്റാഫിൻ്റെ കാരുണ്യം കാരണം ഇന്ന് ഞാൻ ലീവാക്കി. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് നമുക്ക്, സാധാരണ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്പിങ്. അപ്പോൾ നമ്മൾ അത് വാങ്ങാനായിട്ട് പോവാണ്. അടുത്ത ചേച്ചിമാരൊക്കെ കാണുന്നുണ്ട്, അവിടെ എത്തിയിട്ട് പറയാം. സംസാരം കേട്ടിട്ട് അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ട് ഈ പെണ്ണിന് എന്താ പ്രാന്താണോ എന്ന്. അങ്ങനെ ഞാനും ഒപ്പം ഞങ്ങളുടെ കുടുകുടുവിൽ ഇതേ യാത്ര തിരിച്ചിട്ടുണ്ട്. വേറെ എങ്ങോട്ടുമല്ല, എടവണ്ണപ്പാറ ടൗണിലോട്ടാണ് നമ്മുടെ യാത്ര. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. 1.5 കിലോമീറ്റർ എങ്ങാണ്ട് വരുള്ളൂ. എന്തായാലും എൻ്റെ കണക്ക് തെറ്റാൻ സാധ്യതയില്ല. എനിക്കിങ്ങനെ കണക്ക് പറഞ്ഞ് ശീലമില്ല, ഞാൻ അങ്ങനെ ഒരാളാണ്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഒടുക്കത്തെ ട്രാഫിക് വൈബായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരത്തെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രശ്നം, ഞാൻ എന്ത് വാങ്ങാൻ പോകുന്നു അതവിടെ അന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക്. നമുക്ക് ഉണക്കമീനിന് തുടങ്ങാം. എനിക്ക് ഉണക്കമീൻ ഇഷ്ടമാണ് ഗൈസ്. സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലൊക്കെ അപ്പൂന് ഫോണിൻ്റെ കാര്യത്തിൽ ഫുൾ ബിസി ആയിരിക്കും. എപ്പോഴും കോളോട് കോളായിരിക്കും കേട്ടോ. ഈ ഒരു സെക്ഷനിലാണ് അധിക സാധനങ്ങൾക്ക് വാങ്ങാനുണ്ടാവുക. കടല, പയർ, അത് ഇത് എന്നൊക്കെ. അതിൽ മിക്ക സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുമില്ല കേട്ടോ. അങ്ങനെ അതേ സോയാബീൻ എടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് അല്ലേ ഗൈസ്, അത് കാരണം സോയാബീനൊക്കെ ഇപ്പോൾ നല്ല ചിലവാണ്. പിന്നെ ഇതാ നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വാങ്ങണമെന്ന് ഇങ്ങനെ ഞാൻ തിരഞ്ഞ് നടക്കുമായിരുന്നു. ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞ ഒരു അരിപ്പ ഫ്രീ ഗൈസ്, പക്ഷെ എന്നെ വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. ഇതാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു. ടിഫിൻ ബോക്സ് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ, അത് കാരണം പിന്നെ അപ്പം എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ നമ്മളിതേ മോയ്സ്ചറൈസറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുക്കണമെന്ന് കരുതി വെറുതെ ഒന്ന് കണ്ട് സൂഹിക്കുകയാണെങ്കിലും ആ ഒരു സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഗ്രീക്ക് യോഗേർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു ടൈം നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന നല്ല കുട്ടിയായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ 1-2 ഐറ്റം അവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങി. പിന്നെ നമുക്ക് ചിക്കൻ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതുകൂടെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്ക് മഴ പെയ്യലായിരുന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ കയറി നിന്നിട്ടുണ്ട്. നമ്മൾ ഉച്ചരാവാൻ നേരത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ അവിടുന്ന് വിശന്ന് അലമുറ കൂട്ടി വിളിക്കുന്നുണ്ടായിരുന്നു, എത്താനായില്ലേന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, വിധിയുടെ ഓരോ വിളയാട്ടം കാരണം ഞങ്ങളിതേ ഇവിടെ കയറി നിൽക്കുകയായിരുന്നു. പിന്നെ ഇതേ മഴ ചോർന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ ഇതേ വീട്ടിലേക്ക് കോട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉണക്കിലൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഇതുപോലെ മുട്ടയൊക്കെ ഉണ്ടാക്കി. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, മുതിര ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചുണ്ടായിരുന്നു, പിന്നെ സോയാബീൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തങ്ങോട്ട് പിടിച്ചു ഗൈസ്. അങ്ങനെ എൻ്റെ ലഞ്ച് ഡണ്ണായി. ഫുഡൊക്കെ കഴിഞ്ഞതേ എനിക്കിത് ഈ ഒരു 3 തേങ്ങ ചിരകാനുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങോട്ട് ചിരകി, കാരണം ഒരു സ്പെഷ്യൽ ഇന്ന് ഉണ്ടാക്കി തരാൻ നമ്മ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. സോ അതങ്ങോട്ട് തീർത്തു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നല്ലൊരു കിടിലൻ സൺഡേ, പുറത്ത് നല്ല ഇടിവെട്ട് മഴ, ഇരുട്ട് റൂം, നല്ലൊരു ബ്ലാങ്കറ്റ്, വേറെന്ത് വേണം നമുക്ക്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ ഉച്ചമയക്കത്തിലോട്ട് കിടക്കുകയാണ്. അതിനിടെ അല്ലറ ചില്ലറ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മയങ്ങാനുള്ള നേരമാണ്. അങ്ങനെ മയങ്ങി എണീറ്റപ്പോഴേക്ക് ഇതേ മഴയും കാര്യങ്ങളൊക്കെ തോർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാ കിളി പോയ അവസ്ഥയാണ് ഉറങ്ങി എണീറ്റ എനിക്ക്. കുറച്ച് നേരമാവും ആ റീലേ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വ്ളോഗിനെ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിളിക്കുകയായിരിക്കും നന്നാവുക. കാരണം ഇതൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫും അല്ല, ഈവനിങ്ങും അല്ല, എല്ലാം കൂടെ മിക്സായ ഒരു ടൈപ്പാണ്. അങ്ങനെ ദേ അമ്മ അടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ കിടിലൻ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇനി കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനുണ്ട്. അല്ലറ ചില്ലറ പണികളൊക്കെ ഇതിനിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് ഈ അടയും കഴിച്ച് ചായയും കുടിച്ച് എനിക്ക് കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എഴുതാനും ഉണ്ട്. അങ്ങനെ അത് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇത് ഗോതമ്പും
ഗോതമ്പും റാഗിയാണോ, ഗോതമ്പും അരിപ്പൊടി എന്തോ മിക്സ് ആക്കിയിട്ടുള്ളൊരു എല്ലാം കൂടെ ഉള്ളൊരു അടയാണ് കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ തിരുമിയിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. ഒരുപാടായി ഞാൻ കഴിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ ഡയറ്റൊക്കെ എടുക്കുന്ന കാരണം എനിക്കിപ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആണ്. സോ ഇതൊക്കെ എനിക്ക് സ്വർഗം തരുന്ന ഫീലാണ്. സത്യത്തിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കാൻ. പക്ഷെ ഞാനും അച്ചും ഡയറ്റും കാര്യങ്ങളൊക്കെ ആയത് കാരണം എല്ലാ ഫുഡും പറ്റൂല. അത് കാരണം ഞങ്ങൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന കുറച്ച് ഹെൽത്തി വേർഷൻ പിടിച്ചതാണ് ഈ സംഭവം. എന്തൊക്കെയായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഞാൻ എൻ്റെ ക്യൂട്ട് തിങ്സ് ആണ് കേട്ടത്. എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള തിങ്സൊക്കെ ഞാനിങ്ങനെ ഹാൻഡിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. എനിക്ക് അതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നൊരു 10 കൊല്ലത്തോളമായിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ കയ്യിൽ അത് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് എഴുതുകയാണ്. ഈ എഴുതുന്നതൊന്നും ചിലപ്പോൾ ഞാൻ ചെയ്യാറുമില്ല, പക്ഷേ എഴുതാത്തത് ഞാൻ ചെയ്യാറുമുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാനിങ് നടക്കുന്നത്. അങ്ങനെ ഒരു സൺഡേ ഇപ്പോൾ കഴിയാറായില്ലേ. എൻ്റെ എല്ലാ ദിവസങ്ങളും ഇതുപോലെയൊന്നും അല്ല കേട്ടോ. ഓരോരോ ദിവസങ്ങൾ ഓരോരോ ടൈപ്പ്, ഓരോരോ റുട്ടീനാണ്. എനിക്കൊരു കറക്റ്റ് റുട്ടീനൊന്നുമില്ല. കറക്റ്റ് റുട്ടീൻ ഉണ്ടെങ്കിൽ തന്നെ അത് സ്കിൻ കെയറിൽ മാത്രമേ ഉള്ളൂ. അതും പിന്നെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അതല്ലാത്തതൊക്കെ സെയിമാണ്. അങ്ങനെ ഇനി എന്തെന്നുള്ളൊരു പ്ലാനിങ് ഒന്നും എനിക്ക് സ്റ്റിൽ എൻ്റെ മൈൻഡിലില്ല. ഇങ്ങനെ വീട്ടിലിരിക്കണം, അത്രയൊക്കെ തന്നെയുള്ളൂ. ഈവനിങ് ആവാറായി. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ വിളിക്കുന്നത്, ജസ്റ്റ് ഒന്ന് പുറത്ത് പോവല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വീണ്ടും നമ്മളിതേ പാറയിലോട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ എപ്പോഴും ഒന്ന് തൊഴുതിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങാറ്. അങ്ങനെ ഞാനും അപ്പോൾ ഇതേ കോട്ടൊക്കെ ഇട്ടിട്ട് പോവാണ്. അങ്ങനെ നേരെ നമ്മൾ പോവാണ് എടവണ്ണപ്പാറയിലോട്ട്. ഒരു 2-3 മിനിറ്റ് അവളെയും കാത്ത് ഞങ്ങൾ പോസ്റ്റായി. അപ്പോഴും മഴ തോരുന്നില്ലായിരുന്നു. എൻ്റെ ഈ ഉണങ്ങിയ നല്ല കുട നനയ്ക്കണമല്ലോ എന്നുള്ളൊരു വിമിഷ്ടത്തിലായിരുന്നു ഞാൻ. അതങ്ങനെയാണല്ലോ അല്ലേ, നിങ്ങൾക്കൊരു വിമിഷ്ടം വരാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവളെത്തി. അതിനുശേഷം അപ്പൂനെ ഞങ്ങൾ പറഞ്ഞയച്ചതല്ല, അവൻ അവൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇങ്ങനെ നടക്കാനായിട്ട് തീരുമാനിച്ചു. ജസ്റ്റ് ഒന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് സൊറ പറഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ ഒരു മാജിക് കണ്ടില്ലേ, എന്തോ ഒരു മാജിക് വന്നിട്ടുണ്ട് എൻ്റെ ഫോണിൽ. പക്ഷെ ഇത് വെള്ളത്തുള്ളികൾ ക്രിയേറ്റ് ചെയ്തൊരു മാജിക് ആയിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ മമത ഗ്രാൻഡ് സിറ്റിയിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി നമ്മുടെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് നോക്കാമെന്ന്. അപ്പോൾ അവർ ലാൻഡ് ചെയ്തു. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാളുടെ കാലിൻ്റെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഗ്യാങ്ങിലുള്ള തന്നെയാണ് കേട്ടോ അപ്പു പക്ഷേ തൽക്കാലം വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അകപ്പെട്ടു പോയി. അപ്പം ഇനി അവനെ കുറച്ച് നേരത്തിന് ഞങ്ങൾക്ക് കിട്ടൂല കേട്ടോ. സോ ഞങ്ങൾ ചായ കുടിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് കരുതി. ആദ്യം തന്നെ അത് ഈ ഒരു ഐറ്റാണ് കേട്ടോ. ഇതും ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു വെള്ളയപ്പോ അങ്ങനെ എന്തൊരു സംഭവമാണ്. പക്ഷെ മധുരം കമ്മിയായത് കാരണം എനിക്ക് അങ്ങോട്ട് ലൈക്കായില്ല. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് അതൊക്കെ കഴിച്ചു. പിന്നെ നല്ല ചൂട് മധുരം ഇടാത്ത പാൽച്ചായ ഞാൻ കുടിച്ചു. പിന്നെ ഹെൽത്തി വേർഷൻ വീണ്ടും നമ്മുടെ ഗ്രീൻ പീസ് അതും കൂടെ ഞാൻ കഴിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് കോളിഫ്ലവർ പൊരിച്ചതാണ്. അത് ഞാൻ വല്ലാണ്ട് കൈ കടത്തിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. കാരണം വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഇതുപോലെ മീറ്റ് ചെയ്യുള്ളൂ. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു, എല്ലാ സൺഡേ ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്ലിയോ 2 months കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കാണാറുള്ളൂ. അങ്ങനെ ഞാനും ഐശ്വയും കൂടെ ഉള്ളൊരു മീറ്റപ്പ് ആണെങ്കിൽ പോലും അവസാനം 2 പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരിക്കില്ല ഒരു ദിവസം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പു എത്തിയിട്ടോ. അപ്പു എത്തി ഞങ്ങൾ ഐശ്വര്യനെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സ്കിൻ കെയറൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. അപ്പോൾ എൻ്റെ സ്കിന്നത് ഓരോ ദിവസം ബെറ്റർ ആവുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. കാരണം ക്യാഷ് മുടക്കി ഒരു പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടേ, അതൊക്കെ റിസൾട്ട് തരുന്നു എന്ന് നമ്മൾ നോക്കണമല്ലോ. എന്തായാലും റിസൾട്ടൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു കുട്ടി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക, കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് പറയാൻ മറക്കരുത്. അതുപോലെ മടിക്കരുത്, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട് നാളെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അതാണ് ഇന്നത്തെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാളത്തെ കാര്യം ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടുക, അതും ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന്. എന്തൊരു കഷ്ടമല്ലേ. അങ്ങനെ ഇനി വാവുറങ്ങട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.